റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് NTPCയുടെ നോട്ടിഫിക്കേഷൻ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം 14-ാം തീയതി മുതൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിച്ചു തുടങ്ങാം. അപ്പം അതിനോടനുബന്ധിച്ച് ഒരു ക്രാഷ് പ്രോഗ്രാം ഒക്കെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഷോർട്സിലൂടെയും റീൽസിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ RRB NTPCയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് മാത്സ് ചോദ്യങ്ങൾ. അപ്പോൾ അതിനൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം എന്നാണോ അന്ന് വരെയും അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് വേണോ, എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ മക്കളെ സമയം ഒട്ടും കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 3 and 1/3 divided by 6 and 3/7 into 1 and 1/2 into 3 and 1/7 is equal to p raised to 1/2. അപ്പം ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മൾ ഈ 3 and 1/3 എന്നുള്ളത് നിങ്ങൾ കണ്ടോ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 and 1/3 എന്ന് പറയുമ്പം അത് 3 and 1/3 ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുക. മിക്സഡ് ഫ്രാക്ഷൻ എന്താ മിക്സഡ് ഫ്രാക്ഷൻ? ഒരു നമ്പർ, ഒരു നാച്ചുറൽ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ താഴെയുള്ള ആൾ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 and 1/3 എന്ന് പറയുന്ന സാധനത്തിനെ അല്ലെങ്കിൽ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് നോക്കിക്കോ, ഈ 3നെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 9. അതിൻ്റെ കൂടെ 1 കൂട്ടുക. അതായത് ഈ 3നെ ഈ 3 കൊണ്ട് ഗുണിച്ച് 9 കിട്ടി, അതിൻ്റെ കൂടെ 1 കൂട്ടുക, 10. സോ എന്ത് എഴുതാം? 10 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏതാ? 3. അപ്പം 3 and 1/3 നമ്മൾ എന്തെഴുതി? 10/3 എന്ന് എഴുതി. ഇവിടെ ഹരിക്കുകയാണ്. ഓക്കെ, ഹരിച്ചു. 6 and 3/7 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ 7 കൊണ്ട് ഗുണിക്കുക, 42. 42 3 45 ഡിവൈഡഡ് ബൈ ഏതാണ് ഇവിടെ എഴുതേണ്ടത്? 7. കാരണം ഇവിടെ ഹരിച്ചിരിക്കുന്ന 7 കൊണ്ടാണ്. 7. ഓക്കെ, അത്രയും നമ്മൾ ചെയ്തു. ഇൻറ്റു, ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടതിൻ്റെ കാരണം നമ്മൾ ബോട്ട് മാസ് എന്നൊരു റൂള് പഠിച്ചിട്ടുണ്ടല്ലോ. ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. സോ ഡിവിഷൻ ഉണ്ട്, ആദ്യം അത് ചെയ്യണം. സോ അതുകൊണ്ടാണ് ആ ഡിവിഷനെ ഞാനൊരു പ്രത്യേക പരിഗണന കൊടുത്താണ് ബ്രാക്കറ്റ് ഇട്ടത്. ബ്രാക്കറ്റ് ഇടുവോ ഇടാതിരിക്കുവോ ഇറ്റ്സ് ഓൾ അപ് ടു യു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഓർത്തോണം, ഡിവിഷൻ ആദ്യം ചെയ്തോണം എന്നുള്ളത്. ഓക്കെ, ഇൻറ്റു ഇനി 1 and 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 1.5 അല്ലേ? സോ 2 into 1 2 into 1 2 പ്ലസ് 1 എത്ര കിട്ടും? 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അടുത്ത എത്ര? 7 into 3 7 into 3 21 പ്ലസ് 1 22 ഡിവൈഡഡ് ബൈ ഏതെഴുതും? 7. ഓക്കെ ആണേ? അതെ. ഇനി നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് പോവാം. 2 ഭിന്നസംഖ്യ തമ്മിൽ ഹരിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ഭിന്നസംഖ്യകളെ തമ്മിൽ നമുക്ക് ഹരിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 10/3 ഹരണം മാറ്റി ഗുണനമാക്കുക. 45/7 എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് 7/45 എന്ന് എഴുതുക. ഇൻറ്റു 3/2 അതുപോലെ തന്നെ എഴുതുക. 22/7 അതുപോലെ തന്നെ എഴുതുക. ഇനി നമുക്കിതിനെ വെട്ടിക്കളഞ്ഞ് ചെയ്യാം. എങ്ങനെ വെട്ടുമെന്ന് ചോദിക്കുമ്പം നമുക്കിപ്പോൾ 10ൽ 5 2 പ്രാവശ്യമുണ്ട്. 45ൽ 5 9 പ്രാവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ തമ്മിൽ വെട്ടാം? അതാ ഈ 3 നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ഏതാണ്? പിന്നെ നമുക്ക് ഈ 2നെയും ഈ ഇതിനെയും കൂടെ വിട്ട് എത്ര കിട്ടും? നമുക്ക് 11 കിട്ടും. പിന്നെ നമുക്ക് ഈ 7നെയും വെട്ടിക്കളയാം. പിന്നെ എല്ലാം വെട്ടിക്കളഞ്ഞ് പിന്നെ ശേഷിക്കുന്നത് എന്താണ്? ഈ 11 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ 11 into 2 22 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 22/9 എന്ന് പറയുന്നത് p raised to 1/2 ആണ്. അപ്പോൾ നോക്കിക്കേ, x raised to 1/n എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് x ആണ്. ഓർത്തു വെച്ചോണം കേട്ടോ. x raised to 1/n എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ?
nth റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഈ p⁻²നെ നമുക്കിതിനെ മാറ്റി എങ്ങനെ എഴുതാം? 22/9 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് പി, അല്ലെങ്കിൽ 2 റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. നമ്മൾ 2 ഇടണമെന്നില്ല. അപ്പോൾ റൂട്ട് പി. ഓക്കെ, ഇനി അപ്പോൾ ബാക്കി എങ്ങനെ ചെയ്യാം നമുക്ക്? അപ്പോൾ ഈ റൂട്ട് പി എന്ന് പറഞ്ഞാൽ 22/9 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. റൂട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം അല്ലേ? അതായത് ഇതിൻ്റെയും സ്ക്വയർ എടുക്കണം, ഇതിൻ്റെയും സ്ക്വയർ എടുക്കണം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് പിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എപ്പോഴും എക്സ് ആയിരിക്കും. സോ റൂട്ട് പിയുടെ സ്ക്വയർ എത്ര ആയിരിക്കും മക്കളെ? പി ആയിരിക്കും. പിന്നെ റൂട്ട് a/b അല്ലെങ്കിൽ റൂട്ടല്ല a/b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/b². അപ്പോൾ 22ൻ്റെ സ്ക്വയർ എത്ര? 484. 9ൻ്റെ സ്ക്വയർ എത്ര? 81. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ? 481 സോ പിയുടെ വാല്യൂ എത്ര കിട്ടി? 484 / 81 ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇതാ കിടക്കുന്നു 484 / 81. സോ ആൻസർ എത്ര കിട്ടി? 484 / 81 ഉണ്ടോ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, the amount of simple interest on a deposit of rupees 8,500 for 3 years is rupees 2,040. അതായത് 8,500 രൂപയ്ക്ക് 3 വർഷം കിട്ടിയ സാധാരണ പലിശയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 2040. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2040 രൂപയാണ്. 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 2040. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് മുതലിന് മാത്രമേ പലിശ കിട്ടത്തുള്ളൂ. സാധാരണ പലിശയാകുമ്പോൾ, കൂട്ടുപലിശയാകുമ്പോൾ മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. ഇവിടെ മുതലിന് മാത്രമേ പലിശ കിട്ടത്തുള്ളൂ. അങ്ങനെ 3 കൊല്ലം ഒരു സർട്ടൺ എമൗണ്ട് വെച്ച് എക്സ് വെച്ച് കിട്ടിയതാണ് 2040. അപ്പോൾ ഒരു വർഷം 2040 / 3. 2040നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 680 എന്ന് കിട്ടും. എത്ര കിട്ടി? 680. അപ്പോൾ ഈ സാധനം എന്തുവാ? ഈ 680 എന്തുവാ? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 8,500 രൂപ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? റേറ്റ് പെർസെൻറ്റേജ് ആണ്. റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ എത്ര ശതമാനമാണ്? സോ റേറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു I/P × 100. നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ എത്ര ശതമാനമാണ്? സോ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര? നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര? 680. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 8,500. അല്ലാതെ ഇവിടെ നിങ്ങൾ എന്ത് എഴുതരുത്? 2040 എഴുതരുത്. അത് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പ്രിൻസിപ്പൽ എത്ര? 8,500 × 100 അല്ലേ? അപ്പോൾ അതാ ഈ 2 0 വെട്ടി പോകുന്നു. 85 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8,864. 8 അല്ലേ കിട്ടുക? 8%. സോ ആൻസർ എത്ര കിട്ടി? നമുക്ക് 8% എന്ന് കിട്ടി. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്താണ്? 2 years ago അല്ലേ, 2 years ago the population of a town was എത്രയാണ്? 66,000. The population increased by 5% in the first year and decreased by 5% in the second year. അപ്പോൾ 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷനെ ഇപ്പം നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? എത്രയാണ് 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷൻ? എത്ര ആയിട്ട് എടുക്കണമെന്നില്ല, അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 66,000. വേണമെങ്കിൽ നമ്മൾ 100 വെച്ചൊക്കെ ചെയ്തിട്ട് ഫൈനൽ പെർസെൻറ്റേജ് എടുത്തിട്ട് ചെയ്യുന്ന രീതി ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മൾ നേരിട്ട് അങ്ങ് ചെയ്യുകയാണ്, വാല്യൂ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുകയാണ്. 66,000 രൂപയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പോപ്പുലേഷൻ. രൂപയല്ല, പോപ്പുലേഷൻ ആണല്ലോ. 66,000 ആളുകൾ അവിടെ ഉണ്ട്. The population increased by 5% in the first year. ആദ്യത്തെ വർഷം 5% കൂടി. മക്കളെ, ഈ 5% കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100% ആയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ 5% കൂടെ കൂടി ഇപ്പം എത്രയായി എന്നാണ്? 105% ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ 66,000-ന് എത്രയാണ്? 5% കൂടുക എന്ന് പറയുമ്പോൾ 105%. 105%. ഓക്കെ,
ഇനി എന്താ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയായി. അപ്പോൾ പോപ്പുലേഷൻ എത്രയായി? ഇതാ ഇത്രയായിട്ട് നിൽക്കുക. അന്നേരമാണ് അടുത്ത വർഷം വീണ്ടും 5% കുറയുന്നത്. അപ്പോൾ എന്താ ഈ 5% കുറയുക എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ ഇപ്പോൾ 5% കൂടെ കുറഞ്ഞ് എത്രയായി? 95% ആയെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞപ്പം ഇതാണ് ഇതാ ഇവിടെ കിട്ടിയ വാല്യൂ 66,000 × 105% ആണ്. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു? 5% കൂടെ കുറഞ്ഞു. അപ്പോൾ ഇൻറ്റു എത്രയാണ്? 95% അല്ലേ? ഇവിടെ ഈ ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ബ്രാക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ബ്രാക്കറ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ബ്രാക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ബ്രാക്കറ്റ് പോയി. ഇനി നമ്മളിത് എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ ഇതാ ഈ 2 0 നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇവിടെ ഈ ഒരു 0യും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് 19 ഡിവൈഡഡ് ബൈ 5 ഇവിടെ 2 പ്രാവശ്യം. അപ്പം ഇവിടെ നമുക്ക് 66 ഡിവൈഡഡ് ബൈ 33. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. സോ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65,835 എന്ന് കിട്ടും. സോ ആൻസർ എത്ര കിട്ടി? 65,835 എന്ന് കിട്ടി. സോ ഓപ്ഷനിലുണ്ടോ? 65,835 ഉണ്ട്. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി. യെസ്, ശരിയാണോ? യെസ്, ഓപ്ഷൻ സി. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Height of a cone is 12 centimeter. Height of a cone is 12 centimeter. The radius of its base is 3.5 centimeter. What is the volume? ഏത് സാധനത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏത് സാധനത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. എന്താണ് മക്കളെ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താ സാധനം? ഇത് കോൺ എന്ന് പറയുന്നൊരു സാധനമാണ്. കോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഈ കോണിൻ്റെ ഇവിടെ ഇതിൻ്റെ ഹൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇനി ഇതിൻ്റെ ബേസ് എന്ന് പറയുമ്പം സ്തൂപിക അല്ലേ, വൃത്തസ്തൂപിക അങ്ങനെ തോന്നുന്നു മലയാളം. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ ഇത് സർക്കുലർ ഷേപ്പിലാണ് അല്ലേ? സർക്കിളാകുമ്പോൾ അതിനെന്ത് കാണും? അതിനൊരു റേഡിയസ് കാണും. ഈ 2 സാധനങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 12. റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 3.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയം, ബേസ് ഏരിയ, ബേസ് എന്തുവാ? സർക്കിൾ അല്ലേ? സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ ഏരിയ എന്തുവാ? πr² അല്ലേ? പിന്നെ ഹൈറ്റ് h അല്ലോ. πr² h എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഇല്ല. കാരണം ത്രൂ ഔട്ട് ഇങ്ങനെ നിൽക്കുമല്ല. അങ്ങനെ നിൽക്കുമായിരുന്നെങ്കിൽ സിലിണ്ടറാണ്. അപ്പോൾ നമ്മൾ πr² h എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? 1/3 πr² h. അപ്പം വോളിയം എന്താണ്? 1/3 πr² h ആണ് വോളിയം. ഓക്കെ ആണേ? അതെ. സോ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അത് ചെയ്തു. ഇനി നമുക്ക് എച്ചും റേഡിയസും നമുക്ക് കിട്ടി. ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. സോ 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ എത്ര? 22/7 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. r², 3.5യുടെ സ്ക്വയർ. അപ്പോൾ 3.5 ഇൻറ്റു 3.5 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 7/2 ഇൻറ്റു 7/2 എന്ന് എഴുതാം. πr² ഇൻറ്റു h. h എത്ര? h അവർ പറഞ്ഞിട്ടുണ്ട് 12 അല്ലേ? അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കോ, ഈ 7ഉം ഈ 7ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ 2ഉം ഇതും 11, പിന്നെ ഈ 2ഉം 6, പിന്നെ ഈ 3 2 പ്രാവശ്യം. അപ്പോൾ 7 × 2 14 × 11 എന്ന് വരും അല്ലേ? 14 × 11. 14 × 11 എന്ന് പറയുമ്പോൾ 1 4. 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി അറിയാമല്ലോ. 1 എഴുതുക, 4 എഴുതുക, 4 ഒന്നുകൂടെ കൂട്ടി നടുക്ക് എഴുതുക. 154 സെൻറ്റിമീറ്റർ അല്ലേ? വോളിയം എപ്പോഴും സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും പറയുക. സോ 154 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി 11 കൊണ്ട് ഗുണിക്കുന്നത് നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി പോട്ടെ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ 23നെ 11 കൊണ്ട് ഗുണിക്കണം. 2 എഴുതുക, ഇതിലെ അക്കങ്ങൾ 2ഉം 3ഉം. 2 എഴുതുക, 3 എഴുതുക, 3ഉം 2ഉം കൂടെ കൂട്ടി നടുക്ക് എഴുതുക. 253. ഇനി 32 × 11 ആണെങ്കിൽ 3 എഴുതുക, 2 എഴുതുക, 3ഉം 2ഉം 5.
69 ഇൻറ്റു 11 വരുമ്പോൾ ശ്രദ്ധിക്കണം, 6 എഴുതുക, 9 എഴുതുക. 9 6 15 എന്ന് എഴുതാൻ പാടില്ല, 15 എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ ഒരു ഡിജിറ്റ് എഴുതുക, അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം, 1 5 എന്നിട്ട് കൂട്ടുക. സോ 759. അപ്പോൾ അങ്ങനെയാണ് 11 കൊണ്ട് ഗുണിക്കുന്നത്. നമ്മൾ വേറൊരു ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 154 സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്ത ചോദ്യം നോക്കാം. Sumit earned 10,692 as simple interest on rupees 29,700 at a certain rate of interest for 3 years. His friend Anil invested 12,500 for 2 years at the same rate of interest but on compound interest. Okay. How much did Anil earn as interest? Okay, നോക്കാം. സോ സുമിത്തിന് 10,692 രൂപ കിട്ടി. ഈ 10,692 രൂപ എന്ന് പറയുന്നത് 29,700 രൂപ. ഇതാണ് അയാളുടെ പ്രിൻസിപ്പിൾ. അത് അയാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ പ്രിൻസിപ്പിൾ എമൗണ്ട് എത്രയാണ്? പ്രിൻസിപ്പിൾ എമൗണ്ട് 29,700 ആണ്. ഇയാൾക്ക് ഇനി 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയത് എത്രയാണ്? 10,692. ഇപ്പം നമ്മൾ ആലോചിക്കുക, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 10,692. നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ്. 10,692 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും നമുക്ക്? 3,564 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ? ഇനി അപ്പോൾ ഇതിനകത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. റേറ്റ് പെർസെൻറ്റേജ് എന്തുവാ? ഇതിനെ നമ്മൾ എന്താ പറയുക? ഇതിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്നല്ലേ പറയുക? അതെ, ഇതിനെ നമ്മൾ എന്താ പറയുക? പ്രിൻസിപ്പിൾ എമൗണ്ട്. അപ്പോൾ ഐയും പിയും ഉണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? I/P × 100 അല്ലേ? അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് എത്ര? ഐ എന്ന് പറയുന്നത് നമുക്ക് 3,564 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ എത്ര? 29,700 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുക. എത്ര കിട്ടും നമുക്ക്? 12% എന്ന് കിട്ടും. എന്ത്? റേറ്റ് പെർസെൻറ്റേജ് എത്ര കിട്ടി നമുക്ക്? 12% എന്ന് കിട്ടി. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? ചോദ്യം എന്തുവാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വർഷത്തെ? 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അത് എങ്ങനെയാണ് അതിൻ്റെ ബേസുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ RRB NTPCയിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ കാണുക കേട്ടോ. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ 2 പാർട്ടായിട്ട് ചെയ്ത് കിടപ്പുണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഇപ്പോൾ നമുക്ക് വേണ്ട എന്താ? 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട് പാസ്കൽസ് ട്രയാങ്കിളിൽ ഒരു വാല്യൂ ഉണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ വാല്യൂ 11, സെക്കൻഡ് ഇയറിൻ്റെ വാല്യൂ 121, തേർഡ് ഇയറിൻ്റെ വാല്യൂ 1331, 4 ഇയറിൻ്റെ വാല്യൂ 14641 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 2 1. ഈ 1ൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പിൾ എമൗണ്ട്. അയാളുടെ പ്രിൻസിപ്പിൾ എമൗണ്ട് എത്ര പറഞ്ഞിരിക്കുന്നത്? അയാളുടെ പ്രിൻസിപ്പിൾ എമൗണ്ട് 12,500 അനിലിൻ്റെ. ഓക്കെ, സോ 1ൻ്റെ താഴെ 12,500. ഈ 12,500ൻ്റെ 12% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 10% 1,250, 5% അപ്പോൾ എത്ര കിട്ടും? 1,500. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 1,500ൻ്റെ 12% കണ്ടുപിടിച്ച് ഇപ്പുറത്ത് എഴുതുക. എത്ര കിട്ടും? 1,500ൻ്റെ 10% 180. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ വാല്യൂ എടുക്കണ്ട. മുതലും പലിശയും കൂടെ വേണമെങ്കിൽ മാത്രമേ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 1,500 × 2 3000, 180 × 1 180. ഇത് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,180 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. എത്ര കിട്ടി? 3,180 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. യെസ്, അടുത്ത ചോദ്യം എന്താ? 2 ആളുകളാണ്. ആരൊക്കെയാണ്? ദ ഇൻകം ഓഫ് എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും. അതിൽ എയുടെ ഇൻകത്തെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ്? എയുടെ ഇൻകത്തെ പറ്റി പറയുന്നുണ്ട് 5:7. ഓക്കെ, എയുടെ ഇൻകം 5, ബിയുടെ ഇൻകം 7.
ഇനി എന്താ പറയുക, എക്സ്പെൻഡിച്ചർ ഇൻ ദ റേഷ്യോ 1:1. അപ്പോൾ അവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 1:1 ആണ്. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? സേവിങ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. സേവിങ്സ് എത്ര? എയുടെ സേവിങ്സ് 2000 രൂപയും ബിയുടെ സേവിങ്സ് എത്രയായിരിക്കും? ബിയുടെ സേവിങ്സ് 4000 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താ നമുക്കറിയാവുന്ന കാര്യം? സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻകം മൈനസ് സേവിങ്സ് ആയിരിക്കും. ശരിയല്ലേ? ഇൻകം മൈനസ് സേവിങ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എയുടെ ഇൻകത്തെ ഞാൻ 5x ആയിട്ട് എടുത്തു, ബിയുടെ ഇൻകത്തെ ഞാൻ 7x ആയിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ എയുടെ ഇൻകം എത്ര മക്കളെ? എയുടെ ഇൻകം 5x മൈനസ് സേവിങ്സ് അല്ലേ? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറക്കണം. സേവിങ്സ് എത്ര? 2000 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും, കാരണം രണ്ടുപേരുടെ സേവിങ്സ് ഈക്വലാണ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ബിയുടെ എക്സ്പെൻസും. സോ ഇത് എയുടെ എക്സ്പെൻസ് ആണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. ഇത് എയുടെ എക്സ്പെൻസ് ആണ്, യെല്ലോ കളർ. ഇനി ബിയുടെ എക്സ്പെൻസ് എത്ര ആയിരിക്കും? 7x ഇൻകം മൈനസ് സേവിങ്സ് എത്രയാണ്? 4000. ഓക്കെ. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. 5x 7x ഇങ്ങോട്ട് വരുമ്പോൾ എത്ര കിട്ടും? -2x ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വരുമ്പം എത്ര കിട്ടും? പ്ലസ് ആവും. സോ എത്ര കിട്ടും നമുക്ക്? 1000 എന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ നമുക്കിവിടെ മൈനസ് ഒന്നും നോക്കണ്ട. എക്സ് എത്ര കിട്ടി? 1000 എന്ന് കിട്ടി. ഓക്കെ. ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ? ഇൻകം ഓഫ് എ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എയുടെ ഇൻകത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഏത് വാല്യൂ കൊണ്ടാണ്? 5 കൊണ്ടല്ലേ? സോ ഇൻകം ഓഫ് എ ഇസ് ഈക്വൽ ടു 5x. എക്സിൻ്റെ വാല്യൂ 1000 എന്ന് കിട്ടി. സോ 1000 ഇൻറ്റു 5 എത്ര കിട്ടും മക്കളെ? നമുക്ക് 5000 എന്ന ആൻസർ കിട്ടും. ആൻസർ എത്ര? 5000. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം ഇതൊരു DI ക്വസ്റ്റ്യൻ ആണ്. ഈ ബാങ്ക് എക്സാമിനെ പോലെ തന്നെ DI ഒന്നും ഓർഡറിലായിരിക്കത്തില്ല റെയിൽവേയിൽ. ഇപ്പോൾ ഒന്നാമതൊരു ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി അടുത്ത ചോദ്യം ചോദിക്കുന്നത് 10ാമതോ 15ാമതോ ആയിരിക്കും. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ഫോളോയിങ് പൈ ചാർട്ട് ഗീവ്സ് ദ പെർസെൻറ്റേജ് ഓഫ് the number of students studying different streams in an engineering college. ഓക്കെ. അവിടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓരോന്നിനും ഓരോ കളർ തന്നിട്ടുണ്ട്. സോ ദർ ആർ 5000 സ്റ്റുഡൻസ്. ഓക്കെ. 5000 പേരെയാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം എന്താണ്? ദ കോളേജ് ഡിസൈഡഡ് rupees not 7300, this rupees 300 ആണ് കേട്ടോ. 7300 അല്ല, ഈ ₹300 എന്ന് ടൈപ്പ് ചെയ്തപ്പം സംഭവിച്ചു പോയതാണ് കേട്ടോ. 300 പെർ സ്റ്റുഡൻസ് ടു ഈച്ച് സ്ട്രീം ഫോർ പർച്ചേസ് ഓഫ് ടീച്ചിങ് മെറ്റീരിയൽസ്. അപ്പോൾ എല്ലാവർക്കും 300 രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നു ഓരോ സ്ട്രീമിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് എത്ര കിട്ടും? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എത്രയാണ്? 15 അല്ലേ അവരുടെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 15. ഓക്കെ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഇലക്ട്രോണിക്സും ഇവിടെ ഇലക്ട്രിക്കലുമാണ്. ഓക്കെ. സോ മേ ബി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അതെത്ര? അതിൻ്റെ പെർസെൻറ്റേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഗ്രീൻ കളറല്ലേ? എത്രയാണ്? 15 ആണ്. ഓക്കെ. സോ 5000ൻ്റെ 15%. 5000ൻ്റെ 15% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 2 0 15 750 എന്ന് കിട്ടും. 750. ഓക്കെ. അപ്പോൾ 750 ആണ് കിട്ടുക. ഓക്കെ. സോ ഈ 750 പേർക്ക്, അപ്പോൾ 750 പേരുണ്ട് ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനകത്തിൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ അവർക്ക് 300 രൂപ വെച്ച് കിട്ടും. സോ 750 ഇൻറ്റു 300, 750 ഇൻറ്റു 300 എന്ന് നമുക്ക് കിട്ടും. സോ 750 പേരുണ്ട്, അവർക്ക് എത്ര രൂപ വെച്ച്? 300 രൂപ വെച്ച്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,25,000 രൂപ എന്ന് കിട്ടും. 2,25,000. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ശരിയാണോ?
3 ലക്ഷം. കളർ കൊടുത്തത് മാറിപ്പോയതായിരിക്കും. കറക്റ്റ് അല്ലേ? 15 5000ൻ്റെ 15 750 അതെ 2,25,000 കറക്റ്റാണ്. സോ ഇതിവിടെ നമ്മൾ കളർ കോഡ് കൊടുത്തപ്പം മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ 2,25,000. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, ഡേറ്റയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് നമ്മളങ്ങ് ചെയ്താൽ മതി. സോ അടുത്ത ചോദ്യം, എ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 9:5. സോ നമുക്കൊരു മിക്സ്ചർ ഉണ്ട്, ആ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? മിൽക്കും വാട്ടറും ഉണ്ട്. അത് തമ്മിലുള്ള റേഷ്യോ എത്ര മക്കളെ? 9:5 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ റേഷ്യോ എത്ര? 9:5. ഇനി എന്താ സംഭവിക്കുന്നത്? അതിലേക്ക് 6 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചപ്പം റേഷ്യോ എത്ര ആയിട്ട് മാറി? 9:7. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം മിൽക്കിനൊന്നും സംഭവിച്ചിട്ടില്ല, കാരണം മിൽക്ക് ആരും ഒഴിച്ചിട്ടില്ല. പക്ഷേ വാട്ടർ ഒഴിച്ചു, അപ്പോൾ റേഷ്യോ മാറി. എത്രയായി? 5 എന്നുള്ളത് 7 ആയി, 2 കൂടി. ആ 2 കൂടാൻ കാരണം 6 ലിറ്റർ ഒഴിച്ചുകൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് പറയരുത് ഈ 2 എന്ന് പറയുന്നതാണ് 6 ലിറ്റർ എന്ന്. അതെ, ഓക്കെ. സോ 2 എന്ന് പറയുന്നത് 6 ലിറ്റർ ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 ലിറ്റർ ആയിരിക്കത്തില്ലേ? ചോദ്യം എന്തുവാ കണ്ടുപിടിക്കണ്ടേ? വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ മിക്സർ. മിൽക്ക് 9 അല്ലേ? സോ 1 എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 9 × 3 27 ലിറ്റർ. 27 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, 27 ലിറ്റർ. യെസ്. സോ അടുത്ത ചോദ്യം, ഇത് ഇച്ചിരി ഒന്ന് ആലോചിക്കേണ്ടതെന്നല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് കാണേണ്ട ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. നോക്കിക്കേ, ഇൻ എ ഫാർമ കമ്പനി എ സയൻറ്റിസ്റ്റ് ഇസ് മിക്സിങ് എ പ്യൂരിഫൈഡ് ഫോം ഓഫ് അസറ്റോൺ ആൻഡ് ടോലിൻ. എനിക്ക് കെമിസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വിഷയമായിരുന്നു കെമിസ്ട്രി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ടോളിൻ അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ടോലിൻ എന്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക കേട്ടോ. To invent some medicine, the cost of solution obtained after mixing acetone and toluene is 16 per liter. ഓക്കെ, സോ ഈ സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? അസറ്റോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ ടോളിനോ അങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ, അസറ്റോൺ കോസ്റ്റ് 14. അസറ്റോണിന് 14 രൂപ ചിലവായി. ടോളിൻ്റെ വില എത്ര എന്ന് അറിയത്തില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സാധനം ഉണ്ടാക്കി 16 രൂപയുടെ. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ കാണണേ. എന്തുവാ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ പറയുന്നത്? 2 സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു. 2 സാധനങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നെങ്കിൽ അത് തമ്മിലുള്ള മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഇങ്ങനെയുള്ള ഡിഫറൻസ് ആയിരിക്കും. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ വരും. ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 2. ഇവിടുത്തെ ഡിഫറൻസ് എത്ര എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അവസാനം പറഞ്ഞിട്ടുണ്ട് എന്താണ്? ദ റേഷ്യോ ഓഫ് ടോളിൻസ് ടു അസറ്റോൺ ഇൻ ദ സൊല്യൂഷൻ ഈസ് 4:1. സോ ഫൈനൽ മിക്സിംഗ് റേഷ്യോ എത്രയാണ്? 4:1 ആണ്. അപ്പം നമുക്കൊരു കാര്യം പിടികിട്ടി. ഈ 1 എന്ന് പറയുന്നതല്ലേ കുട്ടാ 2 എന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നതല്ലേ മക്കളെ 2 എന്ന് പറയുന്നത്? അപ്പോൾ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇവിടെ? 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇവിടെ? സോറി, റേഷ്യോ തിരിഞ്ഞു പോയി. എന്താ റേഷ്യോ തിരിഞ്ഞു പോയെന്ന് പറയാൻ കാരണം ഇവിടെ ടോളിൻ ടു അസറ്റോൺ അല്ലേ പറഞ്ഞിരിക്കുന്നത് 4:1 എന്ന്. ടോളിൻ ടു അസറ്റോൺ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്താണ്? അസറ്റോൺ ടു ടോളിൻ ആണ്. അപ്പോൾ റേഷ്യോ നേരെ തിരിച്ചെഴുതണം. എത്ര എഴുതണം? 1:4 എഴുതണം. അപ്പോൾ ഈ 4 എന്ന് പറയുന്നതല്ലേ 2? അതെ, 4 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 മുട്ടായിക്ക് 2 രൂപയാണ്. ഒരു മുട്ടായുടെ വില എത്ര? 2/4.5. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം 0.5 ആണ് അല്ലേ? ഇതിനകത്തിന് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്നത് മീൻ പ്രൈസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ഇതിപ്പം 14നേക്കാളും വലുതാണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കണം? ഇതിനേക്കാളും, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഇത് വരണം എന്നോർത്തോണം. ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ അടുത്തത് വരുന്നതിനേക്കാളും ചെറുതായിരിക്കണം ഇത്. കാരണം ഈ മീൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരണം. അതായത് ഇവിടെ വരുന്ന സംഖ്യയുടെയും ഇതിൻ്റെയും ഇടയ്ക്ക് വരണം ഇത്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്നാൽ 1/2 കിട്ടുകയും വേണം. അപ്പോൾ ഏതായിരിക്കണം? 15.5 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഓൾറെഡി 14നേക്കാൾ വലുതാണ്. അപ്പോൾ ഇവിടെ എഴുതുന്ന സംഖ്യയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും വരിക? 16.5. അപ്പോൾ വ്യത്യാസം വന്നില്ലേ? 16.5. സോ ആൻസർ എത്ര?
16.5 ഈസ് യുവർ ആൻസർ. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇത് എക്സും വൈയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുറേ ലെങ്തി ആയിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ബേസ് കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആ ചാപ്റ്റർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോ, 2 ക്ലാസ് ഉണ്ട് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ്റെ, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ റാഷണൽ നമ്പർ ഈക്വലൻ ടു 3/5? 3/5 ഈക്വൽ ആയിട്ടുള്ളത് എന്താണ്? അതായത് സ്മോളസ്റ്റ് ഫോം 3/5 എന്ന് കിട്ടണം. 9/15 അല്ലേ? കാരണം എന്താ? 3 × 3 9, 5 × 3 15. സോ 9/15 ഇതിന് ഈക്വൽ ആണ്. 9/20 പറയാൻ പറ്റുമോ? 9/25. ഇതെല്ലാം ന്യൂമറേറ്റർ കറക്റ്റ് ആവും, പക്ഷേ ഡിനോമിനേറ്റർ കറക്റ്റ് ആവത്തില്ല. സോ താഴെ മുകളിൽ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഏതാണ്? 9/15. 9/15 ആണ് നമ്മുടെ ആൻസർ. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ ചാപ്റ്ററുകൾ അത്യാവശ്യമായിട്ട് തന്നെ കാണുക. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് അത്യാവശ്യമായി തന്നെ കാണുക. ഞാനത് ഇവിടെ പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് നിങ്ങൾ അത്യാവശ്യമായിട്ടും കാണുക. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇനി എങ്ങനെയാണ് ക്ലാസ് വേണ്ടതെന്നുള്ളത്, ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചാൽ മതിയോ, അതോ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ വേണോ, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ബേസ് ക്ലിയർ ആക്കി വെച്ചോണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് QA ഫുൾ ടോപ്പിക്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിലെല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം. പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം, നമ്മൾ ഈ RRB എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ കൊടുക്കുന്നുണ്ട്. RRB സക്സസ് ബാച്ച് എന്ന് പറഞ്ഞിട്ട്, NTPC സക്സസ് ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ബേസ് ടോപ്പിക്കുകളെല്ലാം അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടും, അതല്ലാതെ ഇതേപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവിടെ പറയാത്ത ചില ടോപ്പിക്കുകൾ നമ്മൾ ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും, അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അവിടെ നിങ്ങൾ എക്സാമിൽ പോകുന്ന അതേ സ്ക്രീനിൽ, അതേ ആംബിയൻസിൽ, അതേ റിയൽ ടൈമിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ട്രാക്ക് ചെയ്യാം. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ തുടങ്ങിയതെല്ലാം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു കോഴ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷത്തെ വാലിഡിറ്റി നമ്മൾ ഈ ഒരു കോഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ 2 വർഷത്തെ വാലിഡിറ്റി കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് വരും പരീക്ഷകൾക്കുമൊക്കെ, അതായത് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന പരീക്ഷകൾക്കുമൊക്കെ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാം. ഇനി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന RPF എക്സാമിനും ഇതേ സെയിം സിലബസ് കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ RPFൻ്റെ എക്സാം ഈ മാസം ഉണ്ടാകുമെന്ന് പറയുന്നു. നമുക്കറിയത്തില്ല. RPF ജൂലൈയിൽ പറഞ്ഞതാണ് അവർ എക്സാം നടത്തുമെന്ന്. ജൂലൈയും കഴിഞ്ഞു, ഓഗസ്റ്റും കഴിഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബറായി. എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഈ RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളും ആ ഒരു കോഴ്സിനെ കൂടെ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക എന്ന് ഞാൻ പറയത്തില്ല. അതിനെ കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കത് ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല. അപ്പോൾ അത് ഈ വെറും 1500 രൂപയ്ക്കാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. ഇപ്പം 2 ദിവസം കൂടി ഈ ഇൻഡിപെൻഡൻസ് ഡേ അല്ലല്ലോ, ടീച്ചേഴ്സ് ഡേ ഓഫറായിട്ട് ഞാനത് കൊടുത്തതാണ്. പിന്നെ എനിക്ക് തന്നെ തോന്നി അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, പ്രൈസ് ഇനി ഇൻക്രീസ് ചെയ്യണ്ട. കാരണം എനിക്കറിയാം എൻ്റെ അടുത്തൊരു 1500 രൂപ ഒരാൾ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവനത് കൊണ്ടു തരുന്നത്. ഒന്നുകിൽ അവൻ ജോലിക്ക് പോയി കിട്ടുന്ന കാശായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയോ അവനൊരു ഉയർന്ന രീതിയിൽ വരണം എന്നല്ല, ഉയർന്ന രീതിയിൽ അവൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന അവൻ്റെ പാരൻസ് അവന് കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവൻ ഏൺ ചെയ്ത പൈസ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട കാശാണ് എനിക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിൽ നിന്നൊന്നും വലിയൊരു റവന്യൂ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമല്ല എൻ്റെത്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് വേറെ ലെവലിൽ ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവത്തില്ല. അതിന് സക്സസ് ബാച്ച് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത് അത് സക്സസ് ആകണം, ബാച്ച് സക്സസ് ആവുക എന്നുള്ളതല്ല.
അതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് സക്സസ് ഉണ്ടാവണം, അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് വരുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ടും ഒക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.